ഈ ചോദ്യം നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുമുണ്ടാകും, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു RSSകാരന്റെ പേര് പറയാമോ എന്ന്. ഇതൊരു സാധാരണ ചോദ്യമല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില പ്രത്യേക പേരുകൾ മാത്രം കേൾക്കുകയും ചില സംഘടനകൾക്ക് മാത്രം പങ്കാളിത്തം നൽകുകയും ചെയ്യുമ്പോൾ ഈ ചോദ്യം ഒരു വെല്ലുവിളിയായി മാറുന്നു. നിങ്ങളുടെ മുൻധാരണകൾ എന്ത് തന്നെ ആയാലും ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് RSSന്റെ ചരിത്രപരമായ സത്യങ്ങളാണ്. 1925 രൂപം കൊണ്ട ഈ പ്രസ്ഥാനത്തെ ബ്രിട്ടീഷ് സർക്കാർ എങ്ങനെയാണ് കണ്ടത്? സംഘം നേരിട്ട് സമരത്തിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെ? ഇതിനൊരു ഉത്തരം നൽകാൻ നമുക്ക് വേണ്ടത് കൃത്യമായ തെളിവുകളും ചരിത്രരേഖകളുമാണ്. വൈകാരികമായ അഭിപ്രായങ്ങളെ മാറ്റി നിർത്തി രേഖപ്പെടുത്തപ്പെട്ട ആ ചരിത്രത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. കാരണം RSSന്റെ സ്വാതന്ത്ര്യ സമര പങ്കാളിത്തം എന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ തന്ത്രത്തിന്റെ ഫലമായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത ചില ബലിദാനികളുടെ പേരുകൾ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് RSSകാരനായ ആ സ്വതന്ത്ര സമര സേനാനി? ആ പേരുകൾ ഏതൊക്കെയാണ്? ചരിത്രം തുടങ്ങുന്നത് സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം 1925 രൂപം കൊള്ളുന്നത്. ഡോക്ടർ ഹെഡ്ഗേവാർ കുറച്ചു കുട്ടികളുമൊത്ത് നാഗ്പൂരിലെ ഒരു മൈതാനത്ത് തുടങ്ങിയ ചെറിയൊരു സംഘടനയായിരുന്നു ഇത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ ഹെഡ്ഗേവാർ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു എന്നതാണ്. അദ്ദേഹം സ്വതന്ത്ര സമരത്തിൽ സജീവമായി പങ്കെടുത്തിരുന്ന വ്യക്തിയാണ്. ഹെഡ്ഗേവാറിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനം മാത്രമല്ല, അതിനുമപ്പുറം രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ അന്തസത്ത മനസ്സിലാക്കുന്ന ഒരു തലമുറ വളർന്നു വരണം. എങ്കിൽ മാത്രമേ ലഭിക്കുന്ന സ്വാതന്ത്ര്യം നിലനിർത്താനായി കഴിയൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ലക്ഷ്യം ആദ്യമേ വ്യക്തമാക്കി. സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കാനുള്ള വേദിയായിരുന്നു കോൺഗ്രസ്. RSS ആകട്ടെ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാനുള്ള വേദിയും. അതായത് സംഘത്തിലൂടെ രാഷ്ട്രത്തെ നിർമ്മിക്കുക, കോൺഗ്രസിലൂടെ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുക. ഇതാണ് അദ്ദേഹം സ്വയം പ്രാവർത്തികമാക്കിയത്. വനസത്യാഗ്രഹത്തിലെ പങ്കാളിത്തം, അതായത് ഡോക്ടർ ഹെഡ്ഗേവാർ ജയിലിൽ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പാത പിന്തുടർന്ന് മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട നിയമലംഘന പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു വനസത്യാഗ്രഹം. അതായത് വനവിഭവങ്ങൾക്ക് മേൽ സർക്കാർ ഏർപ്പെടുത്തിയ നികുതികൾക്കെതിരായിരുന്നു ഈ സമരം. 1930 ജൂലൈ 21 ഡോക്ടർ ഹെഡ്ഗേവാർ സ്വയം രംഗത്തിറങ്ങി. നാഗ്പൂരിൽ നിന്നും 150 കിലോമീറ്റർ ദൂരത്തിലുള്ള യോൻമൽ വനത്തിലേക്ക് അദ്ദേഹം 11 സത്യാഗ്രഹികളെയും നയിച്ചു കൊണ്ടുപോയി. വനത്തിനുള്ളിൽ പ്രവേശിച്ച് നിയമം ലംഘിച്ച് വനവിഭവങ്ങൾ ശേഖരിച്ചു. ഫലം, അദ്ദേഹം അറസ്റ്റിലായി. ഡോക്ടർ ഹെഡ്ഗേവാറിന് 9 മാസത്തെ തടവ് കോടതി വിധിച്ചു. ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ LB പരഞ്ച്പേ RSS സർസംഘ ചാലകയായി ചുമതലയേറ്റു. ഒരു സംഘടന എന്ന നിലയിൽ സംഘം നേരിട്ട് നിയമം ലംഘിച്ചെങ്കിലും സംഘത്തിന്റെ സ്ഥാപകൻ തന്നെ കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായി. ഇത് സ്വയം സേവകർക്ക് നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. RSSന്റെ ഔദ്യോഗിക നിലപാട് നോക്കുമ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം സ്വതന്ത്ര സമരത്തോട് സംഘത്തിന് എന്ത് നിലപാടായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമുക്ക് 1930 ജനുവരി 29 തിരിഞ്ഞു നടക്കണം. അന്ന് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഈ അവസരത്തിൽ ഡോക്ടർ ഹെഡ്ഗേവാർ ശാഖകൾക്ക് അയച്ച സർക്കുലർ ചരിത്രപരമായ ഒരു രേഖയാണ്. അദ്ദേഹം അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഭാരതീയ നാഷണൽ കോൺഗ്രസ് ഒടുവിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം സ്വീകരിച്ചതിൽ നമ്മൾ സ്വാഭാവികമായും അതിയായി സന്തോഷിക്കുന്നു. ഈ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയുമായും സഹകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ രാഷ്ട്രീയ സ്വയം സേവക സംഘശാഖകളും വൈകുന്നേരം കൃത്യം 6 മണിക്ക് എല്ലാ സ്വയം സേവകരുടെയും ഒരു സമ്മേളനം അതത് സംഘ സ്ഥാപനങ്ങളിൽ സംഘടിപ്പിക്കുകയും ദേശീയ പതാകയെ, അതായത് ഭഗവാ പതാകയെ വന്ദിക്കുകയും വേണം. സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും അത് അവരുടെ ലക്ഷ്യമാക്കേണ്ടത് ഓരോ ഹിന്ദുസ്ഥാനിയുടെയും കടമയായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും ഒരു പ്രഭാഷണം നടത്തണം. സ്വതന്ത്ര ലക്ഷ്യം പിന്തുടർന്നതിന് കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിക്കണം. ഇതിൽ നിന്നും നമുക്ക് 2 കാര്യങ്ങൾ വ്യക്തമാണ്. ലക്ഷ്യം ഒന്നാണ്, അതായത് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘടനയുമായും സഹകരിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തോടുള്ള പ്രതിബദ്ധത ഉറപ്പിച്ചു. 2, സംഘത്തിന്റെ ചിഹ്നം ഭഗവാ പതാകയെ വന്ദിക്കണമെന്ന് പറഞ്ഞതിലൂടെ രാഷ്ട്രത്തിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നത് ഭഗവാ പതാകയാണെന്ന് സംഘം വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഇതായിരുന്നു സ്വതന്ത്ര സമരത്തോട് RSSന്റെ ഔദ്യോഗികമായ നിലപാട്. ലക്ഷ്യം സ്വാതന്ത്ര്യം, അതിനായുള്ള സഹകരണം. നിരോധനങ്ങളുടെയും നിയന്ത്രണങ്ങളെയും ഒരു സംഘടനയെ വിലയിരുത്താൻ ഏറ്റവും നല്ല മാർഗം അതിന്റെ ശത്രുക്കൾ അതിനെ എങ്ങനെ കണ്ടു എന്ന് പരിശോധിക്കുന്നതാണ്. RSSനെ ബ്രിട്ടീഷ് സർക്കാർ എങ്ങനെ കണ്ടു? ആദ്യഘട്ടത്തിൽ ബ്രിട്ടൻ കരുതിയത് RSS ഒരു സാധാരണ സാംസ്കാരിക സംഘടനയാണ് എന്നായിരുന്നു. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇതാണ് സൂചിപ്പിച്ചത്. എന്നാൽ സംഘത്തിന്റെ വളർച്ച കണ്ടതോടെ ബ്രിട്ടൻ കൂടുതൽ നിരീക്ഷണത്തിലായി. അംഗങ്ങൾ സജീവമായി സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുന്നു, പക്ഷെ സംഘടന എന്ന നിലയിൽ നേരിട്ടൊരു നിയമവും ലംഘിക്കുന്നില്ല.
ഈ ഇരട്ടതന്ത്രം ബ്രിട്ടനെ കുഴക്കി. താമസിയാതെ RSS ഒരു ഭീഷണിയാണെന്ന് ബ്രിട്ടന് മനസ്സിലായി. 1940 ഉത്തരവ് തന്നെ നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് സൈനിക വേഷം ധരിച്ച് അഭ്യാസങ്ങൾ നടത്തുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അതായത് സൈനിക പരിശീലനം ബ്രിട്ടന് ഭീഷണിയായി മാറി എന്നർത്ഥം. 1943 നിരോധനം. സർക്കാർ സംവിധാനങ്ങളിൽ സംഘം പിടിമുറുക്കുന്നു എന്ന് കണ്ട ബ്രിട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥർ RSS ചേരുന്നത് നിരോധിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിനുള്ളിൽ പോലും സംഘത്തിന്റെ സ്വാധീനം വളർന്നു എന്നതിന് തെളിവാണിത്. ഓർക്കുക, ഒരു സാംസ്കാരിക സംഘടനയെ ബ്രിട്ടീഷ് സർക്കാർ ഒരിക്കലും ഇത്രയധികം ഭയപ്പെടുകയോ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഈ നിരോധന ശ്രമങ്ങൾ വ്യക്തമാക്കുന്നത് RSS ബ്രിട്ടീഷ് ഭരണത്തിന് ഒരു വെല്ലുവിളിയായി വളർന്നു എന്ന സത്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ബലിദാനികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു RSSകാരന്റെ പേര് എന്ന ചോദ്യത്തിന് ഏറ്റവും ശക്തമായ ഉത്തരം നൽകുന്നത് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടങ്ങളിലെ സംഭവങ്ങളാണ്. ശ്രദ്ധിക്കുക, ഈ സമയത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടനെ പിന്തുണച്ചുകൊണ്ട് യുദ്ധത്തിൽ ഒപ്പം നിന്നത്. ഈ ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ RSS എവിടെയായിരുന്നു? വിദർഭയിലെ ചിമ്മൂർ ഗ്രാമത്തിൽ. ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ബ്രിട്ടീഷ് വിരുദ്ധ സമരം പൊട്ടിപ്പുറപ്പെട്ടു. ഈ പ്രക്ഷോഭം നയിച്ചത് ആരായിരുന്നു? ചിമ്മൂരിലെ RSS കാര്യവാഹ ആയിരുന്ന ദാദാ നായിക് ആയിരുന്നു ഈ പ്രക്ഷോഭം നയിച്ചത്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ടു. പോലീസുകാർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് പട്ടാളം തിരിച്ചടിച്ചു. വെടിവെപ്പിൽ ബാലാജി റായ്പൂർക്കർ, രാംദാസ് രാംപുരെ എന്നീ സ്വയം സേവകർ മരണപ്പെട്ടു. ദാദാ നായിക്കിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പിന്നീടത് ജീവപര്യന്തമായി കുറച്ചു. അന്ന് അറസ്റ്റിലായവരിൽ ഒരാൾ സംഘത്തിന്റെ പ്രചാരകനായിരുന്ന രാംകാന്ത് ദേശ്പാണ്ഡെ ആയിരുന്നു. ഇദ്ദേഹമാണ് പിൽക്കാലത്ത് വനവാസി കല്യാണാശ്രമം എന്ന വലിയ പരിവാർ സംഘടന രൂപീകരിച്ചത്. ദാദാ നായിക്, ബാലാജി റായ്പൂർക്കർ, രാംദാസ് രാംപുരെ ഇവർ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ നൽകിയ RSSകാരാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ വ്യക്തിഗതമായി പങ്കെടുത്ത നിരവധി സ്വയം സേവകരുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയവരിൽ പിന്നീട് ഭാരതീയ ജനസംഘത്തിന്റെ നേതാവായി മാറിയ KG മാരാർ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു RSSകാരന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്നല്ല ഒരുപാട് പേരുകൾ പറയാനുണ്ട്. ഡോക്ടർ KB ഹെഡ്ഗേവാർ വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് 9 മാസം ജയിൽവാസം അനുഭവിച്ച സംഘസ്ഥാപകൻ. ദാദാ നായിക്, ബാലാജി റായ്പൂർക്കർ, രാംദാസ് രാംപുരെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബലിദാനികളായ സ്വയം സേവകർ. തുടർന്ന് ജയിൽവാസം അനുഭവിച്ച രാംകാന്ത് ദേശ്പാണ്ഡെ, KG മാരാർ തുടങ്ങിയ നിരവധി സ്വയം സേവകർ. RSS എന്ന സംഘടനയുടെ ലക്ഷ്യം ഹിന്ദു സമാജത്തെ സംഘടിപ്പിച്ച് രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു. ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വ്യക്തിഗതമായി തങ്ങളുടെ അംഗങ്ങൾ സ്വതന്ത്ര സമരത്തിൽ സജീവമായി പങ്കെടുത്തു എന്ന് മാത്രമല്ല, അതിന്റെ സ്ഥാപകൻ തന്നെ അതിന് മാതൃക കാണിച്ചു. ബ്രിട്ടീഷ് സർക്കാരിന്റെ നിരോധനങ്ങളും നിയന്ത്രണങ്ങളും വ്യക്തമാക്കുന്നത് RSS ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു എന്ന സത്യമാണ്. ചരിത്രം എന്നത് കേവലം തെളിയിക്കപ്പെട്ട വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ ഈ പേരുകളും സംഭവങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ചരിത്രപരമായ വസ്തുതകൾ നിങ്ങളുടെ മുൻധാരണകളെ മാറ്റിമറിച്ചോ? സ്വതന്ത്ര സമരത്തിലെ RSSന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.